പിണറായി പറയുന്നത് അറിയോ? കോൺഗ്രസ്സുകാർ മാന്യന്മാരാണ്, അവര് സംശുദ്ധരാണ്, അവര് മതേതരക്കാരാണ്, അവര് വാങ്ങാൻ പാടില്ല, ഞങ്ങൾക്ക് വാങ്ങാം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിറകളാണോ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം ചെയ്യും. ഞങ്ങൾ 51 വെട്ടുവെട്ടി കൊല്ലും, ഞങ്ങൾ കഴുത്ത് അരിഞ്ഞ് കൊല്ലും, ഞങ്ങൾ അവഹേളിച്ച് കൊല്ലും. ഇതൊക്കെ ചെയ്യുന്ന പാർട്ടി ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾ എന്ത് തെണ്ടിത്തരം ചെയ്യും? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ എന്ത് തെണ്ടിത്തരവും ചെയ്യും. തെണ്ടിത്തരം ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ഞങ്ങൾക്ക് മാത്രമാണ്. വി.ഡി. സതീശ, നീ തെണ്ടിത്തരം ചെയ്യരുത് കേട്ടോ. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ള സംഘടനയാണോ? പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് വി.ഡി. സതീശന്. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കോൺഗ്രസ്സുകാർ ചെയ്യരുത്. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ കോപ്പി അടിച്ചാലിടോ. ഞങ്ങൾ തെണ്ടിത്തരം ചെയ്യൂ. അപ്പൊ ഇതാണ് പിണറായി യഥാർത്ഥത്തിൽ ഇന്നത്തെ പത്രത്തിൽ എനിക്ക് മനസ്സിലായത്. പിണറായി പറയുകയാണ്, CPM ആണ് നാറികളുടെ കൂട്ടായ്മയാണ് CPM. ഞങ്ങൾക്ക് എല്ലാ വർഗീയവാദികളും, എല്ലാ മുള്ളുമുനിക്കും മൂർക്കം പാമ്പും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ അവരുടെയൊക്കെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. പിന്നെ കള്ളവോട്ടും ചെയ്യും. അതുകൊണ്ടാണല്ലോ SIR തീർക്കുന്നത്. ഞങ്ങൾ കള്ളവോട്ടും ചെയ്യും. ഞങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അധമന്മാരുടെ വോട്ടുകൾ വാങ്ങും. പക്ഷെ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണ്? നിങ്ങൾ ദേശീയവാദികളാണ്, നിങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്, നിങ്ങൾ സംശുദ്ധരാണ്, നിങ്ങൾ മതേതരക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് വി.ഡി. സതീശനോട് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും വെറുതെ എന്തിനാണ് ഈ മനുഷ്യനോട് കലഹിക്കാൻ പോകുന്നത്, വെറുതെ എന്തിനാണ് ഈ മനുഷ്യനോട് തർക്കിക്കാൻ പോകുന്നത്. അയാൾ സത്യമല്ലേ പറയുന്നത് എന്ന് അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും അതിന്റെ കൂടെ പറഞ്ഞിട്ടോ. എന്താ പറഞ്ഞറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി പല സ്ഥലങ്ങളിലുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്തൊന്നല്ല, പല സ്ഥലത്തും ചർച്ച നടത്തിയിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ പുറത്തു വന്നത് ഒരു സ്ഥലത്തെ ആണ് എന്നേ ഉള്ളൂ. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ്, അതല്ല ഇത് ആലപ്പുഴയിൽ വെച്ചിട്ടാണ് ചർച്ച എന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ അത് കാണിക്കാം. അക്കാലത്ത് ആ ചർച്ച നടന്ന കാലത്ത് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിലോ അവിടെ വെച്ചിട്ടാണ് ചർച്ച നടത്തിയത്, അതല്ലാതെ ഈ AKG സെന്ററിലൊന്നും അല്ല കേട്ടോ. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ AKG സെന്ററിൽ അല്ല ചർച്ച നടന്നത്, ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ 2011 മാർച്ച് 31 കൂടിക്കാഴ്ച. ഡേറ്റ് വരെ പറയാണ്. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഏത് കൂടിക്കാഴ്ച? വോട്ട് ചർച്ച. ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തരൂ. രണ്ട് കാര്യങ്ങൾ, രണ്ടായിരം ഒന്ന് തന്നെ. ഇപ്പം മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഇപ്പം പിണറായി പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഒരു ഇങ്ങോട്ട് തന്നാണ്. ഏറ്റവും വലിയ വിട്ടി, ഞങ്ങൾ അങ്ങോട്ട് വോട്ട് ചോദിച്ചിട്ടില്ല, ഒരു ഇങ്ങോട്ട് തന്നാണ്. ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ വാങ്ങും. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കോൺഗ്രസ്സുകാർ ഇങ്ങോട്ട് തന്നാലും വാങ്ങരുത്, ഇങ്ങോട്ട് തന്നാലും അത് ഞങ്ങൾ വാങ്ങും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത്, പിണറായി വിജയൻ ഞങ്ങളോട് വോട്ട് ചോദിച്ചു, ഞങ്ങൾ കൊടുത്തു. കാരണം ആ കാലത്ത് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് വിരോധം ഉണ്ടായിരുന്നു. അക്കാലത്ത് കോൺഗ്രസിന്റെ നിലപാടുകളോട് ഞങ്ങൾക്ക് വിരോധമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് താല്പര്യം ആരോടായിരുന്നു? ഇടതുപക്ഷത്തോടായിരുന്നു. അവര് വോട്ട് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്തു. അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നല്ലേ. പക്ഷെ ഇമ്മാതിരി തീട്ടക്കളി കളിക്കരുത് വിജയ. ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയൂ. അതല്ലടോ ആൺകുട്ടികളുടെ ഒരു സ്വഭാവം അല്ലേ. ഇമ്മാതിരി ഒരു എറണം കെട്ട പണി നിർത്തിക്കോ. ഇതൊക്കെ വെളിപ്പെട്ടു പോയി മോനെ. അതാ മൂപ്പര് പറയുന്നു, പിണറായി പറയാണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന് കണ്ടത് എന്ന് മുഖ്യമന്ത്രി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവരോട് പറഞ്ഞു വോട്ട് തന്നോളി, നിങ്ങൾ എന്നാലും സമൂഹ വിരുദ്ധരാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പറയാണ്. അതായത് കിടന്നുരുളുകയാണ്, ചളിയിൽ ഇങ്ങനെ കിടന്നുരുളുകയാണ് കേട്ടോ. എണീറ്റാള് മോനെ, ഇനി കുപ്പായത്തിൽ ആകെ ചെളിയാണ്. ഇനി മതി വിജയ, ചളി കിടന്നുരുണ്ടത് മതി വിജയ, എണീക്ക് വിജയ, പൊന്നും മോനെ എണീക്കടാ. പണ്ട് തിലകം മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കത്തി താഴെ ഇടടാ എന്ന് പറഞ്ഞ പോലെ പൊന്നും മോനെ വിജയ, ആ ചളിയിൽ നിന്ന് എണീക്കടാ, ചളിക്കൊണ്ട് എണീക്കടാ, കണ്ടോടാ എന്ന് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുജനത പിണറായി വിജയനോട് പറയാണ്, മതി മോനെ, നിർത്തിക്കാള് മോനെ, ഓവറാകുന്നുണ്ട്, മതി വിജയ, മതി.